ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പെട്ടുഗൈസ് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ആ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്ത് നടക്കുന്ന ചർച്ചകൾ, സർക്കാർ ഇക്കാര്യത്തിൽ നടത്തുന്ന വിശദീകരണം, ഇതെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ സർക്കാർ പെട്ടു എന്നല്ലാതെ എന്താണ് പറയുക. ധനമന്ത്രി KN ബാലഗോപാലാണ് സർക്കാരിന് പ്രതിസന്ധിയാകുന്ന ഒരു പരാമർശം ഏറ്റവും ഒടുവിൽ നടത്തുകയും ചെയ്തത്. അത് അദ്ദേഹം പറഞ്ഞത്, ഇതാ മുഖ്യമന്ത്രി പിണറായി വിജയനും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഇതിൽ ഒരു അന്വേഷണം സാധ്യമല്ല എന്ന് തന്നെയായിരുന്നു. അതായത് ഒരു പ്രത്യേക പരാതിയില്ലാതെ അന്വേഷണം സാധ്യമല്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് KN ബാലഗോപാലിൻ്റെ മറുപടി, ഫലത്തിൽ അദ്ദേഹത്തോടുള്ള ചോദ്യത്തിനുള്ള മറുപടി, ഇന്ന് നിലവിലുള്ള നിയമങ്ങൾ, ഇപ്പോൾ പുതിയതായി BNS ഒക്കെ വന്നു കഴിഞ്ഞു, അതുമായി ബന്ധപ്പെട്ടെല്ലാം പരിശോധിക്കുമ്പോൾ ഇത്തരം സംഭവങ്ങളിൽ കേസെടുക്കാനുള്ള സാധ്യതകൾ, അതായത് കേസെടുക്കാൻ നിയമമുണ്ട് എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. പക്ഷെ ഒരു പരിധിവരെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അത് തിരുത്തുന്നുണ്ട്. മാധ്യമങ്ങൾ എങ്ങനെയാണ് ഒരു വിഷയം തെറ്റായി വളച്ചൊടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ വീഡിയോയുടെ സമ്പൂർണ്ണ രൂപം കൈരളി TVയുടെ എടുത്തിട്ടിട്ടുണ്ട്. അതൊന്നുകൂടി കേട്ട് കഴിയുമ്പോൾ ഒന്നുകൂടി ഉറപ്പായി, അത് കേവലം മാധ്യമങ്ങൾ ഒരു ഭാഗം മാത്രം മുറിച്ച് അടർത്തിയതല്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ, അതായത് കേസെടുക്കാൻ കഴിയും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, വീണ്ടും മാധ്യമപ്രവർത്തകർ വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള മറുപടിയിലും KN ബാലഗോപാൽ ആവർത്തിച്ച് പറയുന്നത് ഒന്ന് തന്നെയാണ്, അത് കേസെടുക്കാനുള്ള വകുപ്പുണ്ട് എന്നുള്ളതാണ്. അതായത് നിലവിൽ കേസെടുക്കാൻ വകുപ്പില്ല, പരാതിയില്ലാതെ, പ്രത്യേക പരാതിയില്ലാതെ വകുപ്പില്ല എന്ന് സജി ചെറിയാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ആവർത്തിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് 2 തവണ ചോദിച്ചപ്പോഴും ഒരേ മറുപടി KN ബാലഗോപാൽ എന്ന ധനമന്ത്രി നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല സർക്കാർ പെട്ടത്, അതിനെക്കുറിച്ച് പറയാം. പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി ഒരു ഭിന്ന അഭിപ്രായം സർക്കാരിൽ രൂപപ്പെട്ടു എന്ന് വളരെ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. മുഖ്യമന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട വിശ്വസ്തനായി മാറിയിരിക്കുന്ന മന്ത്രി VN വാസവനും ഫലത്തിൽ KN ബാലഗോപാലിൻ്റെ നിലപാടിനെ തള്ളിപ്പറയുന്നു. പറയാതെ, KN ബാലഗോപാലിൻ്റെ പേരെടുത്ത് പറയാതെയാണ് തള്ളിപ്പറയുന്നത്. നിലവിൽ പ്രത്യേക പരാതിയില്ലാതെ ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല, കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നു. തൊട്ടിപ്പുറത്ത് MP രാജേഷ് പറയുന്നത് സർക്കാർ നിയമപരമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. എന്തായാലും സർക്കാരിനുള്ളിൽ ഭിന്നാഭിപ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നും. ഇത് പിണറായി സർക്കാർ തന്നെയാണോ എന്ന ആശ്ചര്യം തോന്നും. പിണറായി സർക്കാരിൽ ഇങ്ങനൊരു ഭിന്നാഭിപ്രായങ്ങൾ ഒരു വിഷയത്തിലും ആരും ഒരു ഘട്ടത്തിലും അങ്ങനെ കാര്യമായി പ്രകടിപ്പിച്ച് കണ്ടിട്ടില്ല. ഇപ്പോൾ EP ജയരാജനെ പോലുള്ളവരൊക്കെ പല പ്രസ്താവനകളും പറയുമ്പോഴും മന്ത്രിസഭയ്ക്കുള്ളിൽ മന്ത്രിമാർക്കിടയിൽ ഒരു ഭിന്നാഭിപ്രായങ്ങൾ അങ്ങനെ കാണാറില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പിണറായി സർക്കാരിനെ കണ്ടിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും കഴിയാൻ സാധിക്കുന്ന. ഇനി KN ബാലഗോപാൽ അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് ഏതെങ്കിലും സഖാക്കൾക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഫേസ്ബുക്കിൽ പോയി നോക്കിയാൽ അദ്ദേഹം റിപ്പീറ്റ് ചെയ്ത് ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു കാര്യം കൂടിയുള്ളത്, നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായും സർക്കാർ പരിശോധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത പണി വരുന്നത്. ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ്. ഒരു പൊതുപ്രവർത്തകൻ, വിവരാവകാശ പ്രവർത്തകൻ നവാസ് പായിച്ചറ കൊടുത്ത പൊതു താൽപ്പര്യ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ഇതിൻ്റെ പൂർണ്ണരൂപം സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് അപ്പോൾ വീണ്ടും സജി ചെറിയാൻ്റെ പ്രതികരണം വരുന്നത്, ഇനി ഹൈക്കോടതി പറഞ്ഞാൽ കോടതിയെ ഞങ്ങൾ അനുസരിക്കും, കോടതി പറഞ്ഞാൽ കേസെടുക്കും എന്നുള്ളതാണ്. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനൊക്കെ അപ്പുറത്തേക്ക് കോടതി എന്ത് പറയും, കേസെടുത്തുകൂടെ, ഇത് ഗൗരവമുള്ള വിഷയമാണെന്നൊക്കെ കോടതി ചോദിച്ചിട്ടുണ്ട്. കോടതി ചിലപ്പോൾ കേസെടുക്കാനോ അല്ലെങ്കിൽ സർക്കാർ അത് നിയമപരമായി പരിശോധിക്കണമെന്നൊക്കെ നിർദ്ദേശിക്കാൻ ഇനിയുള്ള സിറ്റിങ്ങിൽ പറഞ്ഞേക്കാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിൽ ചില പോക്സോ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരം. അതായത് ഒരു ഗേളിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗേള് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ഇത്തരം കേസുകളിൽ ഇരകളാകുന്ന ആളുകളെ വിശേഷിപ്പിക്കാൻ സാധാരണ ഇങ്ങനൊരു ഗേൾഡ് എന്ന് പറയുമ്പോൾ അതൊരു പോക്സോ വകുപ്പിൽ പെടുന്ന പ്രായം കുറഞ്ഞ ആൾ ഇതിൻ്റെ പരിധിയിൽ വരുന്നു എന്ന് പറയുന്നു. അതായത് 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയും ഇത്തരം സംഭവങ്ങൾ ഇരയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോക്സോ നിയമം എടുക്കുന്ന സമയത്ത്
സർക്കാരിന് കേട്ടറിവുണ്ടെങ്കിൽ പോലും അതിൽ കേസെടുത്ത് തുടരന്വേഷണം നടത്തേണ്ടതാണ് എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ടത്. അല്ലെങ്കിൽ തന്നെ റേപ്പാണെങ്കിലും സ്വാഭാവികമായും സർക്കാർ ഇതിൽ പോലീസിന് ആഭ്യന്തര വകുപ്പിന് കൈമാറുകയും ആഭ്യന്തര വകുപ്പ് ആ പരാതി പരിശോധിക്കുകയും ഒരു പക്ഷേ ഈ ഇരകളോട് ചോദിക്കുകയും ഇരകളായിട്ടുള്ളവരുടെ വിവരങ്ങൾ സർക്കാർ എന്തായാലും, അതായത് ഇത് ഈ റിപ്പോർട്ട് സർക്കാർ കണ്ടിട്ടില്ല വായിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സംസ്ഥാന സർക്കാരിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് അത് വായിക്കാതിരിക്കാൻ വേണ്ടിയാണോ സമർപ്പിച്ചിട്ടുണ്ടാവുക? ഇത് വായിച്ചിട്ടില്ല, ഇതിനെക്കുറിച്ച് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ചിരിക്കുക എല്ലാവരും എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ല, ചിരി വരികയാണ് സത്യം പറഞ്ഞാൽ. അല്ലാതെ ഇവരിത് വായിക്കാതിരിക്കുകയാണോ, ഇതിൽ ആരൊക്കെ എന്തൊക്കെ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാതിരിക്കുകയാണ്. കാരണം ഇത് സർക്കാരിനാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി, സർക്കാരിൻ്റെ ഉന്നത നേതൃത്വം തന്നെ ഇത് പഠിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഇഷ്ടം പോലെ സമയമുണ്ട്, 4 വർഷം സമയമുണ്ടായിരുന്നു. അപ്പോൾ ആ 4 വർഷം ഈ റിപ്പോർട്ടിന്മേൽ സർക്കാർ ഫലത്തിൽ അടയിരിക്കുകയായിരുന്നു. കാരണം ഒരു സർക്കാർ സാധാരണ നിലയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? ഇപ്പോൾ പിണറായി വിജയൻ സാധാരണ വാർത്താ സമ്മേളനത്തിലൊക്കെ നമ്മളടുത്ത് പറയാറുണ്ട്, ജനങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കണം, ഇങ്ങനെ പ്രവർത്തിക്കണം, ഇതാണ് ഇങ്ങനെയാണോ കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കണം, ഇങ്ങനെ 100,000 ഈ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതേ ചോദ്യം ചോദിക്കാണ്, സർക്കാർ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇങ്ങനെ പീഡനങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ടിന്മേൽ അത് സർക്കാരിൻ്റെ കിട്ടിയിട്ടുണ്ടെന്ന് വായിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ഇനി എത്ര കള്ളം പറഞ്ഞാലും. അപ്പോൾ ആ വായിച്ച റിപ്പോർട്ടിന്മേൽ തുടർ നടപടി എടുക്കേണ്ടേ സർക്കാർ? ഇനി ഹൈക്കോടതിയിൽ നിന്നൊരു ഗംഭീര അടി വാങ്ങി ശേഷം മാത്രമേ നടപടിയെടുക്കൂ എന്നുണ്ടോ? ഇപ്പോൾ WCC തന്നെ സർക്കാരിനോട് വല്ലാതെ ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്. അവരുടെ ആവശ്യം പോലും പലപ്പോഴും പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു അന്വേഷണത്തിലേക്ക് പോയത് തന്നെ. WCCയുടെ തന്നെ ഭാഗമായുള്ള ജോളി ചിറിയത്ത് എന്ന അഭിനേത്രി ചോദിക്കുന്നത്, ഞങ്ങൾക്കൊക്കെ ആളുകളെ, ഈ വലിയ വലിയ ആളുകളെയൊക്കെ പേടിയുണ്ടാവും, പക്ഷേ സർക്കാർ ആരെയാണ് ഭയക്കുന്നത് എന്ന ഗൗരവമേറിയ ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളിതിൽ പെട്ടു ഗെയ്സ്. പ്രതിപക്ഷം ഉൾപ്പെടെ ചോദിക്കുന്നത് പോലെ കഴിഞ്ഞ 4 വർഷം നിങ്ങൾ ഇതിന്മേൽ അടയിരുന്നത് എന്തിനാണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയണം. പ്രത്യേകിച്ച് വനിതകൾക്കെതിരായ അക്രമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി വനിതകൾക്കായി പ്രത്യേക വകുപ്പൊക്കെ ഉണ്ടാക്കി വനിതകളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ളൊരു സർക്കാർ ഇവിടെ അധികാരത്തിൽ വന്നതുകൊണ്ട് തന്നെ അതൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഇതിന് ജനങ്ങളോട് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അതായത് നിങ്ങൾ ഇങ്ങനെ ഒക്കെയുള്ള വിവരം അറിഞ്ഞിട്ടും നിങ്ങളിങ്ങനെ യഥാർത്ഥത്തിൽ നിങ്ങൾ മൗനത്തിലായിരുന്നു എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ അത് പ്രതിപക്ഷം പറയുന്നത് കൊണ്ട് എന്നല്ല, അല്ലാതെ തന്നെ ഞെട്ടിക്കുന്ന സംഭവമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ സർക്കാരിലെ തർക്കം എന്ന് പറയില്ലേ, അതൊക്കെ ഒരു പരിധിവരെ എത്രത്തോളം ശരിയാണ്, അതൊക്കെ ഒരു ഡ്രാമയാണോ എന്ന സംശയം പോലും ഉയരുകയാണ്. കാരണം ഇങ്ങനെ പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്തേക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാൻ ഇത്തരം നേതാക്കൾ തയ്യാറാകുമോ എന്നുള്ള സംശയം ബാക്കിയാണ്. പിന്നെ ഈ CPM പറയുന്ന പല തിരുത്തൽ നടപടികളുണ്ടല്ലോ, ആ തിരുത്തൽ നടപടിയുടെയൊക്കെ ഭാഗമായി ഉണ്ടാകുന്ന ഡ്രാമകളാണോ എന്നുള്ളതും കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താ, അത് കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. നന്ദി.